നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. 5 മണ്ഡലങ്ങളിലായി 32 സ്ഥാനാർത്ഥികളാണ് വ്യാഴാഴ്ച ജനവിധി തേടുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ ഉൾപ്പെടെ 2000-ഓളം പോലീസിനെ നിയോഗിച്ചതായി കളക്ടർ. ഇനി ഇലക്ഷനിലേക്ക് പോളിംഗിലേക്ക് 2 ദിവസമാണ് ഉള്ളത്. നമ്മുടെ ജില്ലയിലെ അറേഞ്ച്മെന്റ്സിന്റെ ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പോളിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ അറേഞ്ച്മെന്റ്സും നമ്മൾ അവസാന ഘട്ടത്തിലാണ് ഏകദേശം നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ജില്ല എടുക്കുകയാണെങ്കിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. അപ്പൊ അതിൽ ആകെ ബൂത്തുകൾ 1146 അപ്പൊ 1141 ആയിരുന്നു. പിന്നെ ഒരു 5 ഓക്സിലറി ബൂത്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള വോട്ടേഴ്സ് ഉള്ള ബൂത്തുകളാണ് ഓക്സിലറി ബൂത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്സിലറി ബൂത്തുകൾ കാഞ്ഞങ്ങാട് ഒഴികെ മറ്റു മണ്ഡലങ്ങളിലാണ് ഓക്സിലറി ബൂത്തുകൾ ഉള്ളത്. ഇപ്പൊ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ എന്നിവരെ ഓരോ ബൂത്തുകളും ഓക്സിലറി ബൂത്തുകളും, തൃക്കരിപ്പൂരിലെ 2 ഓക്സിലറി ബൂത്തുകളാണ് അധികമായിട്ട് വന്നിട്ടുള്ളത്. ജില്ലയിലെ വോട്ടർമാരുടെ കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 11,03,618 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. അതിൽ 5,44,543 മെയിൽ വോട്ടേഴ്സും 5,59,063 ഫീമെയിൽ വോട്ടേഴ്സും 12 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടേഴ്സുമാണ് ജില്ലയിലുള്ളത്. 18 വയസ്സിനും 19 വയസ്സിനും ഇടയ്ക്കുള്ള വോട്ടേഴ്സ് 23,494 വോട്ടേഴ്സാണ് നമ്മുടെ ജില്ലയിലുള്ളത്. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ എടുക്കാണ് മൊത്തത്തിൽ 32 സ്ഥാനാർത്ഥികളാണ് ജില്ലയിലുള്ളത്. ഏറ്റവും കൂടുതലുള്ള മഞ്ചേശ്വരത്താണ് 11 സ്ഥാനാർത്ഥികൾ, കുറവുള്ളത് കാഞ്ഞങ്ങാട് 4 സ്ഥാനാർത്ഥികൾ. ഇതിനു മുമ്പേ തന്നെ നമ്മൾ ഹോം വോട്ടിംഗ് പ്രക്രിയ നമ്മൾ ജില്ലയിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. മാർച്ച് 31 തൊട്ട് ഏപ്രിൽ 4 വരെയായിരുന്നു ഹോം വോട്ടിംഗ് നമ്മുടെ ജില്ലയിൽ നടന്നത്. അതിൽ അപ്രൂവ്ഡ് ആയിട്ട് 6,808 പേരാണ് ഇതിന് അർഹരായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പ്രധാനമായിട്ടും PWD വോട്ടേഴ്സ്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി വോട്ടേഴ്സും 85 വയസ്സിന് മേലെയുള്ള വോട്ടേഴ്സുമാണ് ഹോം വോട്ടിങ്ങിന് എലിജിബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ 6,679 വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. ഹോം വോട്ടിങ്ങിൽ 98.11% പെർസെന്റേജ് ഉള്ളത്, പോളിംഗ് പെർസെന്റേജ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇലക്ഷൻ അനൗൺസ് ചെയ്തതിനു ശേഷം MCC വയലേഷൻസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജില്ലയിൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ CVGIL മുഖേന നമുക്ക് കംപ്ലൈൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ജില്ലയിൽ 1094 കംപ്ലൈൻസ് ആണ് ഇതുമായിട്ട് MCC വയലേഷൻസുമായിട്ട് CVGIL ആപ്പ് മുഖേന നമുക്ക് വന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പരിഹരിച്ച് പോയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ജില്ലയിൽ SST സ്റ്റാറ്റിക് സർവൈലൻസ് ടീം 18 ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 10 ഫ്ലൈയിങ് സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ 6 പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ടീംസും കൃത്യമായിട്ട് ഓരോ പരാതികൾ വരുന്ന അനുസരിച്ചിട്ട് അത് പരിഹരിച്ച് പോകുന്നുണ്ട്. ജില്ലയിൽ പോളിംഗുമായിട്ട് ബന്ധപ്പെട്ട മെഷീൻസിന്റെ നമ്പേഴ്സും അറേഞ്ച്മെന്റ്സും ആണ്. കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും നമ്മൾ ജില്ലയിൽ ഉപയോഗിക്കുന്ന 1376 ആണ്. പിന്നെ VVPATകൾ 1490 VVPATകളാണ് ജില്ലയിൽ ഉപയോഗിക്കുന്നത്. കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും 20% റിസർവ് നമ്മൾ കരുതിയിട്ടുണ്ട്. VVPATകൾ നമ്മൾ 30% റിസർവ് നമ്മൾ കരുതിയിട്ടുണ്ട്.